നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി പള്ളിയിലും കല്ലറയിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. എക്സാലോജിക് CMRL പണമിടപാട് SFIOയ്ക്കൊപ്പം ഇഡിക്കും അന്വേഷിക്കാം. ആമയിഴഞ്ചൻ തോട്ടിലെ അപകടം റെയിൽവേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. 7 ദിവസത്തിനകം മറുപടി നൽകണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. പട്ന എയിംസിലെ 3 ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തു. നിർണായക നീക്കവുമായി CBI. സുഖോയ് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ. തീരുമാനം മോദി പുടിൻ ചർച്ചയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ഏറ്റവും പ്രിയപ്പെട്ട ജനക്കൂട്ടത്തെ വിട്ട് ഉമ്മൻചാണ്ടി മറഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം. ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി പള്ളിയിലും കല്ലറയിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും. ഉമ്മൻചാണ്ടി കേരള ചരിത്രത്തിന്റെ മായാത്ത ഭാഗമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാ പദവികളും ജനങ്ങളെ സേവിക്കാൻ വിനിയോഗിച്ചു. കാഴ്ചപ്പാടും അർപ്പണബോധവും കരുതലുമുള്ള നേതൃത്വത്തിന്റെ സാക്ഷ്യപത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഉമ്മൻചാണ്ടിയുടെ ജീവിതം കേരള ചരിത്രത്തിൽ ഒരിക്കലും മായാത്തതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. Chandi ji, who have made generous contribution to the trust which has been inaugurated today, foundation which has, it is foundation or trust? Foundation which has been inaugurated today. Priya sahodari sahodaranmare elavarkum ende vandanam. Mun Mukhyamanthriyum Keralam Kanda Ettavum Janakya Netavum Airunna Shri Ummanchandi ji Yude Onnam Orma Dinam Ana Inne A Punya Atma Vinde Pavana Ismaranak Munnil Ende Sadara Pranamam Adde Hattinde Swadeshavum Niyojaka Mandalavum Aya Putu Palliyil Sanghatipicha E Yogam Udghatanam Cheyunatil Charitarthyam Und. സംസ്ഥാനത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലും ശാശ്വതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ച ശക്തനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികളെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറിച്ചു. ഓർമ്മയായ 1 വർഷം കഴിയുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് 1 വർഷം പിന്നിടുമ്പോൾ ഒഴിയാത്ത ജനപ്രവാഹമാണ്. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി. എല്ലാ ഞായറാഴ്ചയും സഹായം തേടിയെത്തുന്നവർ ഇപ്പോഴും വരുന്നുണ്ട്. പലരും കല്ലറയിൽ ഒരു നിവേദനം വെച്ച ശേഷമാണ് MLAയും ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മനെ കാണുന്നത്. ചില ബന്ധങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറയാറുണ്ട്. പുതുപ്പള്ളിയിലെ ഈ കല്ലറ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെയും കൈവിടുന്നില്ല. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വഹിച്ച് ഒരു തലമുറയെ ആവേശത്തോടെ നയിച്ചു. ഇന്നു മുതൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളായാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ 1546 വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള 10 വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചക്കാലം കൊണ്ട് എത്തിച്ചു നൽകും. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നേതൃത്വം നൽകും. 2ാം ഘട്ടമായി ജില്ലയിലെ 182 കോൺഗ്രസ് മണ്ഡലങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഉമ്മൻചാണ്ടി ഏറെ സ്നേഹിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിക്കാരനാണ്. അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ടുള്ള വിശുദ്ധ വാരത്തിലെ ഓശാന തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിലെ മിക്കവാറൊക്കെ പുതുപ്പള്ളിയിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പത്രത്തിൽ പടം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കാറുണ്ട്. അദ്ദേഹം ഈ പള്ളിയുടെ ഏറ്റവും പിന്നാമ്പുറത്തുള്ള കട്ടിളയിലിരുന്ന് ജനങ്ങൾ നോക്കിയിരിക്കുന്ന പടമാണ് വരാറ്. അദ്ദേഹം പള്ളിയിലോട്ട് മധുബഹയിലേക്ക് നോക്കി തമ്പരാനെ നോക്കുന്നതിന് പകരം ജനങ്ങൾ നോക്കിയിരിക്കുന്ന ചിത്രമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചപ്പോൾ
അദ്ദേഹത്തിന് ദൈവം മനുഷ്യരായിരുന്നു. മനുഷ്യരിലെ ദൈവത്തെ കണ്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം അതാണ്. അദ്ദേഹം പള്ളിക്കകത്തുള്ള രൂപങ്ങളിലല്ല ദൈവത്തെ കണ്ടുമുട്ടിയത്. സഹിക്കുന്ന മനുഷ്യരെ, അവരുടെ ഇടയിലുള്ള ദുഃഖങ്ങളെ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് കണ്ടു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ജനസമ്പർക്ക പരിപാടികളിലൊക്കെ വരുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് ഈ പെറ്റീഷൻസൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് എന്തിനാണെന്ന്. പക്ഷെ ഞാൻ പലപ്പോഴും ഇത് കൊടുത്ത ജനങ്ങൾ എന്നോട് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കൈപിടിച്ച് പറഞ്ഞത് നിറവേറ്റിയിട്ടുണ്ട്. അത് വെറുതെ കടലാസ് മേടിച്ചതല്ല, അദ്ദേഹം അത് ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പെൻഷൻ കൊടുക്കാൻ, ഒരുപാട് പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ, ഒരുപാട് പേർക്ക് വീട് കൊടുക്കാൻ, ഭൂമി കൊടുക്കാൻ അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ട്. ഞാൻ അവസാനിക്കാനായിട്ട് ഓർക്കുന്ന ഒരേ ഒരു വാക്ക്, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം കണ്ടത് ജനങ്ങളെ സ്നേഹിക്കാനുള്ള ഒരവസരമായിട്ടാണ്. രാഷ്ട്രീയം വേറെ ഒന്നും അദ്ദേഹത്തിന്, ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ചരിത്രത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാകില്ല. തിരുവനന്തപുരം തുടങ്ങി പുതുപ്പള്ളി വരെ ജനകോടികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ തൊട്ടു വണങ്ങി. അദ്ദേഹം ജീവിച്ചു ജനങ്ങൾക്ക് വേണ്ടി, മരിച്ചു ജനങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിലാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ശനിയാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കുട്ടനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായ പാടശേഖരത്തിലെ നെൽകൃഷി ആശങ്കയിൽ. വിത്ത് വിതച്ച് 7 ദിവസം മാത്രമായ പാടത്ത് പമ്പിംഗ് നടക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഒഴുക്കില്ല. സർക്കാർ അനുവദിച്ച മോട്ടറിംഗ് കാര്യക്ഷമമല്ലെന്നാണ് കർഷകരുടെ പരാതി. ഏക്കറിന് 25,000 രൂപ വരെ ചെലവഴിച്ചാണ് കർഷകർ രണ്ടാം കൃഷിയുടെ വിത്ത് വിതച്ചത്. 2 ദിവസത്തിനകം വെള്ളം പമ്പ് ചെയ്ത് കളയാനായില്ലെങ്കിൽ കൃഷി പൂർണ്ണമായി നശിക്കും. ഇതേ കമ്പനിയുടെ മോട്ടോർ സ്ഥാപിച്ചിട്ടുള്ള 8ഓളം പാടശേഖരങ്ങളിൽ സമാന പ്രശ്നം നേരിടുന്നുവെന്നും കർഷകർ പറയുന്നു. മഴ കുറയാത്തതിനാൽ പലയിടങ്ങളിലും ദിവസങ്ങളായി വെള്ളക്കെട്ടാണ്. പലയിടത്ത് വെള്ളക്കെട്ട് ഗതാഗത തടസ്സത്തിനും വഴിവെച്ചു. വയനാട് മീനങ്ങാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ദേശീയപാതയിലേക്ക് ചെളി ഒഴുകിയെത്തിയതിനാൽ ഗതാഗത തടസ്സമുണ്ടായി. ദേശീയപാതക്കരികിലെ കൃഷിയിടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കൊച്ചി മെട്രോ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ട്രാക്കിൽ ഫ്ലെക്സ് വീണതിനാലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കലൂർ ടൗൺ ഹാൾ സ്റ്റേഷനുകൾക്കിടയിലാണ് ഫ്ലെക്സ് വീണത്. മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും 50 സെന്റിമീറ്റർ വീതം ഉയർത്തി. മൂവാറ്റുപുഴയാറിനും തൊടുപുഴയാറിനും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം തകർന്നു. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് സംഭവം. സമീപത്തെ പുരയിടത്തിനും നാശനഷ്ടങ്ങളുണ്ട്. നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തേക്കുള്ള ശുദ്ധജല വിതരണവും വൈദ്യുതി ബന്ധവും തകരാറിലായി. മരം മുറിച്ചു മാറ്റണമെന്ന് മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആരോപണമുണ്ട്. മരമേറ്റെടുക്കാൻ കരാറുകാർ വന്നാൽ അധിക വില പറഞ്ഞ് അധികൃതർ ഒഴിവാക്കുകയാണെന്നും പരാതിയുണ്ട്. കമ്പനി നിയമപ്രകാരം SFIO കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് കേസ് അന്വേഷിക്കാൻ വിലക്കില്ലെന്ന് ED ഹൈക്കോടതിയിൽ അറിയിച്ചു. എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സമൻസും ചോദ്യം ചെയ്ത് CMRL ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ED ഇക്കാര്യം അറിയിച്ചത്. SFIO അന്വേഷിച്ചിരുന്ന കേസിൽ മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കാനാവില്ലെന്ന് നേരത്തെ CMRL വാദിച്ചിരുന്നു. എന്നാൽ EDയുടെ അന്വേഷണം കമ്പനി നിയമപ്രകാരമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് EDയുടെ അഭിഭാഷകൻ അറിയിച്ചു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. സമൻസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. രേഖകൾ ഹാജരാക്കാനും
അന്വേഷണത്തിനുമായാണ് സമൻസ് അയക്കുന്നത്. സമൻസ് നൽകിയാൽ ഹാജരായി സത്യം അറിയിക്കുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കി. SFIOയ്ക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷിക്കാൻ അധികാരമുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. അത്തരത്തിലുള്ള കേസ് അന്വേഷിക്കാൻ SFIOയ്ക്ക് അധികാരമില്ലെന്ന് ED അറിയിച്ചു. കമ്പനി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യം ചെയ്തതിനെ തുടർന്നുണ്ടായ കുറ്റമാണ് ED അന്വേഷിക്കുന്നത്. സിവിൽ സ്വഭാവമുള്ള കുറ്റമാണെങ്കിൽ SFIRൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അന്വേഷിക്കാമെന്നും വ്യക്തമാക്കി. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് കേസ് ഓഗസ്റ്റ് 7 മാറ്റി. ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെയുള്ള ജീവനക്കാരെ കാണാതായ സംഭവത്തിൽ രക്ഷാദൌത്യവുമായി ഇന്ത്യൻ നാവികസേന. കാണാതായവരിൽ 8 ഇന്ത്യക്കാരും 1 ശ്രീലങ്കൻ പൗരനെയും ഉൾപ്പെടെ 9 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 10 പേരെയാണ് കണ്ടെത്തിയതെന്നും ഇതിൽ ഒരാളെ മരിച്ച നിലയിലാണ് കണ്ടതെന്നും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ എക്സിൽ അറിയിച്ചു. ജീവനക്കാരെ കണ്ടെത്തിയ വിവരം ഒമാനിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചു. നാവികസേനയുടെ INS തേജ് നടത്തിയ തിരച്ചിലിലാണ് ഇവരെ രക്ഷിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇക്കഴിഞ്ഞ 15-നാണ് ഒമാൻ തീരത്ത് 13 ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ 16 പേരടങ്ങുന്ന ജീവനക്കാരെ കാണാതായത്. കാണാതായി ബാക്കിയുള്ളവർക്കായി ഇന്ത്യൻ നാവികസേനയും ഒമാൻ സമുദ്ര സുരക്ഷാ ഏജൻസിയും തിരച്ചിൽ തുടരുകയാണെന്നും പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് മറിഞ്ഞത്. പ്രധാന വ്യവസായ തുറമുഖമായ ദുഖാമിലാണ് അപകടം നടന്നത്. ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്ററിന് കീഴിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ നാവികസേനയും പങ്കുചേരുകയായിരുന്നു. വ്യോമ നിരീക്ഷണത്തിന് P-81 വിമാനവും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. യമൻ തുറമുഖമായ എദ്ദനിലേക്ക് പോകുകയായിരുന്ന കപ്പലാണ് മറിഞ്ഞത്. 2007 നിർമ്മിച്ച കപ്പലിന് 117 മീറ്റർ നീളമുണ്ട്. ഒമാന് തെക്കു പടിഞ്ഞാറൻ തീരത്താണ് ദുഗം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മറിഞ്ഞ ഓയിൽ ടാങ്കറിൽ നിന്ന് വാതക ചോർച്ചയില്ലെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നതെന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. US-ലെ മുൻ പ്രസിഡന്റും വരുന്ന തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. അതേസമയം ശനിയാഴ്ച പെൻസിൽവേനിയയിൽ ട്രംപിന് നേർക്കുണ്ടായ വധശ്രമത്തിന് ഇതുമായി ബന്ധമില്ല. ഇറാനിയൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ആഴ്ചകൾക്ക് മുമ്പേ ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച ഭടന്മാർക്ക് പുറമെ ഡ്രോണുകളും റോബോട്ട് നായ്ക്കളും ട്രംപിന്റെ സുരക്ഷാ സംഘത്തിൽ ഇടം പിടിച്ചു. 2020 മുതൽ ജനറൽ ഖസീം സുലൈമാനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാന് ട്രംപ് ഭരണകൂടത്തോട് പകയുണ്ട്. ഇറാനിയൻ വിപ്ലവ ഗാർഡിലെ വിദേശ ഓപ്പറേഷനുകൾ കൈകാര്യം ചെയ്യുന്ന ഖുദൈസി ഫോഴ്സിന്റെ തലവനായിരുന്ന സുലൈമാനി ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ മിസൈൽ ആക്രമണത്തിലാണ് മരിച്ചത്. ട്രംപാണ് വധത്തിന് ഉത്തരവിട്ടത്. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന മൈക്ക് പെൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൈക്ക് പോംപിയോ തുടങ്ങിയവരും ഇറാന്റെ ഭീഷണി നേരിട്ടിരുന്നു. ട്രംപ് സർക്കാരിലെ അംഗങ്ങൾക്കുള്ള ഭീഷണി വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് ആൻഡ്രിയാൻ വാട്സൺ പറഞ്ഞത്. നവംബറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ട്രംപിനെ ഇല്ലാതാക്കാനാണ് ഇറാന്റെ ശ്രമമെന്നും വരുന്ന ആഴ്ചകളിൽ വധശ്രമങ്ങൾ ഉണ്ടാകുമെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ പ്രതികരിച്ചു. ജൂൺ മുതൽ ട്രംപ് കനത്ത സുരക്ഷയിലാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം ഇത്ര ശക്തമായ സുരക്ഷയുണ്ടായിട്ടും പെൻസിൽവാനിയയിൽ ട്രംപിന് വെടിയേറ്റത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. തലസ്ഥാന നഗരമധ്യത്തിലെ ആമഴഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തിരുവനന്തപുരം ജില്ലാ കലക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ കേസിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. ജോയിയുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ജൂലൈ 13 രാവിലെ 10 മണിയോടെയാണ് മാരായിമുട്ടം സ്വദേശിയായ ജോയിയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു. 48 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ടണലിൽ കടന്ന് 1 കിലോമീറ്ററോളം ഒഴുകിയെത്തിയ മാലിന്യ കൂമ്പാരത്തിൽ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് NDRF സംഘങ്ങൾ 2 ദിവസം മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങിത്തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്തു നിന്ന്
1.5 കിലോമീറ്ററിനപ്പുറത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പട്ന എയിംസിലെ 3 ഡോക്ടർമാർ കസ്റ്റഡിയിൽ. CBI ആണ് 3 ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. ഡോക്ടർമാരുടെ മുറികൾ സീൽ ചെയ്ത CBI അവരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ കസ്റ്റഡിയിലെടുത്തവരുടെ വിശദാംശങ്ങൾ CBI പുറത്തുവിട്ടിട്ടില്ല. ബീഹാറിലെ ഹസാരിബാഗിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ട്രങ്കിൽ നിന്ന് നീറ്റ് UG പേപ്പർ മോഷ്ടിച്ചെന്നാരോപിച്ച് പങ്കജ് കുമാറിനെയും ഇയാളുടെ കൂട്ടാളി രാജു സിംഗിനെയും CBI അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പങ്കജ് കുമാറിനെ പട്നയിൽ നിന്നും രാജു സിംഗിനെ ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നുമാണ് പിടികൂടിയത്. പരീക്ഷയുടെ പവിത്രതയെ ബാധിക്കുന്ന തരത്തിൽ ക്രമക്കേടുണ്ടായിട്ടില്ലെന്നും പ്രാദേശികമായി മാത്രമാണ് പ്രശ്നങ്ങളെന്നാണ് കേന്ദ്രവാദം. അതിനിടെ നീറ്റ് UG കൗൺസിലിംഗിനായി നടപടി തുടങ്ങി. മെഡിക്കൽ സീറ്റുകൾ പോർട്ടലിൽ രേഖപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രം. നീറ്റ് കൗൺസിലിംഗ് ജൂലൈ 3-ാം വാരം തുടങ്ങുമെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനായുള്ള പ്രാരംഭ നടപടികൾക്കാണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി തുടക്കമിട്ടത്. UG കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് കമ്മിറ്റി വിശദാംശങ്ങൾ തേടിയത്. കമ്മിറ്റി നൽകിയ നോട്ടീസ് അനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച വരെ സീറ്റ് വിവരങ്ങൾ സൈറ്റിൽ നൽകാം. ഇത്തവണ 4-ാം റൗണ്ട് വരെ അലോട്ട്മെന്റ് നടത്തി പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. പക്ഷിപ്പനി ബാധിച്ച് ചത്തതും കൊന്നതുമായ പക്ഷികളുടെ നഷ്ടപരിഹാരവുമായി ആലപ്പുഴ ജില്ലയ്ക്ക് 2.64 കോടി രൂപ അനുവദിക്കാൻ സർക്കാരിനോട് മൃഗസംരക്ഷണ വകുപ്പ് ശുപാർശ ചെയ്തു. ഇറച്ചിക്കോഴി, മുട്ടക്കോഴി, താറാവ്, കാടക്കോഴി എന്നിവയുൾപ്പെടെ 1.5 ലക്ഷത്തോളം പക്ഷികളുടെ നഷ്ടപരിഹാര കണക്കാണ് തയ്യാറാക്കിയത്. 2 മാസത്തിന് മുകളിൽ പ്രായമുള്ള കോഴി, താറാവ് എന്നിവയ്ക്ക് 200 രൂപ വീതവും അതിന് താഴെയുള്ളവയ്ക്ക് 100 രൂപ വീതവുമാണ് നഷ്ടപരിഹാരം കണക്കാക്കിയിട്ടുള്ളത്. കാടക്കോഴിയുടെ വില നിശ്ചയിക്കാത്തതിനാൽ ഏകദേശ കണക്കാണ് ചേർത്തിരിക്കുന്നത്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിക്ക് 21.38 ലക്ഷം രൂപയുടെയും നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. തുക എന്ന് വിതരണം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനു മുമ്പ് നഷ്ടപരിഹാരം നൽകിയ വകയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പണം നൽകാനുണ്ട്. അത് ലഭിച്ചിട്ടില്ലാത്തതിനാൽ വിതരണം നീളാനും ഇടയുണ്ട്. 2 മാസത്തോളമായി ജില്ലയിലെ ഇറച്ചിക്കോഴി കർഷകരും താറാവ് കർഷകരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പുതുതായി ഇറച്ചിക്കോഴിയെയും താറാവ് വളർത്തുന്നതിനും അനുമതി നൽകിയിട്ടില്ല. 2025 മാർച്ച് വരെ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ താറാവ്, കോഴി വളർത്തൽ നിരോധിക്കണമെന്ന് വിദഗ്ധ സംഘം ശുപാർശ ചെയ്തിരുന്നു. ഇത് അംഗീകരിക്കുമെന്ന സൂചനയാണ് മൃഗസംരക്ഷണ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. വിദഗ്ധ സംഘത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നതിനെതിരാണ് കർഷകർ. ഇതര സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന കോഴിയിലൂടെയല്ല രോഗം പടർന്നതെന്ന് വിദഗ്ധ സംഘം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൽ നിന്നുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ ഏർപ്പെടുത്തേണ്ടതില്ലെന്നാണ് അവരുടെ നിലപാട്. തമിഴ്നാട്ടിലെ പോലെ വാക്സിനേഷൻ ഊർജിതമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് 100% വരെ തൊഴിൽ സംവരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് മന്ത്രിസഭ അംഗീകാരം നൽകിയ ബിൽ വിവാദങ്ങൾക്കു പിന്നാലെ താൽക്കാലികമായി മരവിപ്പിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷമാകും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. IT മേഖലയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യ സർക്കാർ ബിൽ മരവിപ്പിച്ചത്. വ്യവസായ മേഖലയുമായി ആലോചിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബില്ല് മരവിപ്പിച്ച സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാനാണ് തീരുമാനം. കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് 100% വരെ നിയമനങ്ങൾ സംവരണം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ബില്ലിനായിരുന്നു കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. കർണാടകത്തിൽ ജനിച്ചു വളർന്നവർക്കൊപ്പം 15 വർഷമായി കർണാടകത്തിൽ സ്ഥിരതാമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവരുമായവർക്ക് സംവരണം നൽകാനാണ് ബില്ലിലെ വ്യവസ്ഥ. വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും മറ്റു സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് തസ്തികകളിൽ 50%, മാനേജ്മെന്റ് ഇതര തസ്തികകളിൽ 75% തദ്ദേശീയർക്ക് സംവരണം ചെയ്യാനാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ സർക്കാരിന്റെ നീക്കത്തിനെതിരെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു. ഇതേ തുടർന്ന് ബില്ലിന് സർക്കാർ അനുമതി നൽകിയില്ലെന്ന കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇട്ട പോസ്റ്റ് നേരത്തെ സമൂഹമാധ്യമമായ എക്സിൽ ഡിലീറ്റ് ചെയ്തിരുന്നു. IT സർവീസ് സംഘടനകളുടെ ദേശീയ സംഘടനയായ നാസ്കോം ഉൾപ്പെടെ ബില്ലിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രമുഖ വ്യവസായികളും ബില്ലിനെ എതിർത്ത് രംഗത്തെത്തി. തൊഴിലിൽ നൈപുണ്യമുള്ളവരുടെ എണ്ണം കുറയുമെന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. ജന്മം കൊണ്ട് അഥവാ ഒരാൾ ജനിച്ച സ്ഥലം പരിഗണിച്ച് ഇത്തരം സംവരണം ഏർപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള നിയമോപദേശം സർക്കാരിന് ലഭിച്ചെന്നാണ് വിവരം. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ കുന്തമുനയായ സുഖോയ് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ധാരണ. വിമാനത്തിന്റെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായ
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും റഷ്യൻ സുഖോയിസും തമ്മിൽ ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതായി റഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഉൽപാദനത്തെ പിന്തുണയ്ക്കാൻ റഷ്യ സമ്മതിച്ചതായാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഉൽപാദനത്തിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ധാരണയായത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കു കീഴിലായിരിക്കും സുഖോയ് Su-30 MKI വിമാനങ്ങൾ നിർമ്മിച്ചു കയറ്റുമതി ചെയ്യുക. അടുത്തിടെ ഫിലിപ്പീൻസിലേക്ക് ബ്രസ്മാണിക് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ത്യയിൽ സുഖോയ് Su-30 MKIയുടെ ഉൽപാദനം പുനരാരംഭിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യയും റഷ്യയും ചർച്ച നടത്തിയത്. നിലവിൽ ആവശ്യക്കാരില്ലാത്തതിനാൽ സുഖോയ് വിമാനത്തിന്റെ അസംബ്ലി ലൈൻ HAL വൈകാതെ അവസാനിപ്പിക്കും. നാസിക്കിലെ ഡിവിഷനിൽ മിഗ് ശ്രേണിയിലുള്ള യുദ്ധവിമാനങ്ങളുടെ സുഖോയ് Su-30 MKIയുടെയും അറ്റകുറ്റപ്പണികളും മറ്റും ജോലികളും തുടരാനാണ് നീക്കം. കഴിഞ്ഞ 20 വർഷം കൊണ്ട് സുഖോയ് വിമാനത്തിന്റെ നിർമ്മാണത്തിനായി 2000-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സഹായമാണ് HAL ഉപയോഗപ്പെടുത്തിയത്. നിലവിൽ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഖോയ് Su-30 MKI വിമാനങ്ങൾ. വ്യോമസേനയുടെ പക്കലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളുടെ നവീകരണം നടത്തുന്നുണ്ട്. 272 സുഖോയ് Su-30 MKI വിമാനങ്ങളാണ് വ്യോമസേനയ്ക്കുള്ളത്. ഇതിൽ 50 എണ്ണം റഷ്യയിലും 222 എണ്ണം HALന്റെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചത്. ഇതിൽ 40 വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രാഹ്മസോണിക് വഹിക്കാനുള്ള ശേഷിയുള്ളൂ. വ്യോമസേനയ്ക്ക് ലഭിക്കാനിരിക്കുന്ന 12 സുഖോയ് വിമാനങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരിക്കും നിർമ്മിക്കുക. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിലാകും നിർമ്മാണം. കൂടുതൽ തദ്ദേശീയമായ ഉപകരണങ്ങളും പുതിയ സുഖോയ് S-30 MKI വിമാനത്തിൽ ഉണ്ടായിരിക്കും. ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനങ്ങളും റഡാറുകളും ഉപയോഗിക്കും. ഇന്ത്യയെ കൂടാതെ ചൈന, അൾജീരിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഉഗാണ്ട, വെനസ്വല, വിയറ്റ്നാം എന്നിവിടങ്ങളിലാണ് സുഖോയ് US-30 MKIയുടെ വിവിധ പതിപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.